വിലേ കുറവാ. എങ്ങനെയുണ്ട്? എന്നെ പോലെ ഉണ്ട്. സംഭവം വളരെ ചീപ്പാണെങ്കിലും പുറമെ കാണുമ്പോ തോന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞാല് സരോജം, സംഭവം കലക്കി. അല്ലെങ്കിലും നിന്റെ സെലക്ഷൻ മോശാവോ? രവി സാറിന്റെയും മോളുടെയും വിവാഹ വാർഷികത്തിന് അവർക്ക് ഇത് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഉണ്ടല്ലോ ശ്രീടച്ച, വേറെ പൂക്കളൊക്കെ ഉള്ളൊരു സാധനം കണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ അതിനുള്ള പൈസ തികഞ്ഞില്ല. ഏയ്, ഇത് മതി സരോജം. എന്തു കൊടുത്താലും അതൊരു മിഠായി തുണ്ടാണെങ്കിൽ പോലും മനസ്സ് നിറഞ്ഞു കൊടുത്താൽ വാങ്ങുന്നവന്റെ മനസ്സ് നിറയും. ഇത് മോൾക്കും സാറിനും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാ. നാളെ നമുക്കിതേ നല്ലൊരു വർണ്ണക്കടലാസ് പൊതിയാം. രാവിലെ ഒന്ന് അമ്പലത്തിൽ പോണം. മോൾക്ക് രവിസാറിനും വേണ്ടി ഒരു വഴിപാട് കഴിക്കണം. ഒരു കുഴപ്പമില്ലാതെ അവർ സുഖമായിട്ട് ജീവിക്കണം. ഇനി തടസ്സമായി അവരുടെ ജീവിതത്തിലേക്ക് ആരും വരാതിരിക്കാൻ. ശത്രുക്കളുടെ നിഴൽ പോലും അവർ കേൾക്കാതിരിക്കാൻ. ശത്രുദോഷം ഒന്നും വരാതിരിക്കാൻ. നീ ഇത് കൊണ്ടുവച്ചിട്ട് ഒരു ചായ എടുക്ക്. അപ്പോഴേക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ആരാ? നിനക്കെന്താ വേണ്ടത്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അത് ഈ രാത്രിയില് ഒരു തവണ നിന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ കുറെ ഞങ്ങൾ അനുഭവിച്ചു. പിന്നെ എന്തിനാ ഞങ്ങൾ ദ്രോഹിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്? ഈ രാത്രിയില് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ പ്രതീക്ഷിച്ച അതേ ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഉത്തരങ്ങൾ എന്റെ കയ്യിലുണ്ട്. എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞു കാണുമെന്നുള്ള എന്റെ ഊഹം തെറ്റിയില്ല. ഞാൻ ഇവിടുന്ന് പറയാതെ പോയതിനും ഇപ്പൊ പറയാതെ തന്നെ തിരികെ വന്നതിനും പിന്നില് നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു കാലയളവില് കുറച്ചെങ്കിലും നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണും. ഇരുട്ടിന്റെ മറ പിടിച്ച് ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു സഹായം ചോദിച്ചു വാങ്ങാനാ. രണ്ട് ദിവസം എനിക്കിവിടെ താമസിക്കണം. മുൻപ് അറിയാതെ ചെയ്തൊരു കാര്യം ഇപ്പൊ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഒരു വിധത്തിന് ശല്യപ്പെടുത്താൻ വരത്തില്ല. എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല. സന്തോഷം. എന്നാ ഞങ്ങൾക്കുണ്ട്. ഒരു തവണ ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. ഇനി അതുണ്ടാവില്ല. 2 ദിവസം പോയിട്ട് 2 മിനിറ്റ് പോലും നിന്നെ ഇവിടെ നിർത്തില്ല ഞാൻ. എന്താ? ഞാൻ നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് പോവും. രഘു ഒന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാൻ? തന്റെ വീട്, തന്റെ ഇഷ്ടം. പോവാം, വരാം. അതില് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഡിവേഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ രഘു പറഞ്ഞിരുന്നു. അതിന് രഘു ആവശ്യപ്പെട്ടിട്ടാ ഞാനിപ്പോ എന്റെ വീട്ടിലേക്ക് പോകുന്നത്. എന്താ, ഡിവോഴ്സ് വേണോ തനിക്കിപ്പോ? എനിക്കല്ല, രഘുവിന്.
രഘുവിന് ഡിവോഴ്സ് വേണമെന്നില്ല. താൻ നന്നാവുകയാണെങ്കിൽ. സരോജമ്മയും സുദർശനേട്ടനും വന്ന് പറഞ്ഞു താൻ നന്നായി ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ഉണ്ടെന്ന്. അത് ശരിയാണെങ്കിൽ തനിക്ക് തുടരാം. എന്തു പറയുന്നു? അത് ശരിയാണ്, വിശ്വസിക്കാം. ആ എങ്കിൽ പിന്നെ പോയി കിടന്നുറങ്ങിക്കോ. ഞാൻ ചേട്ടായുടെ വെഡിങ് ആനിവേഴ്സറിക്കുള്ള കേക്ക് ഓർഡർ ചെയ്യാം ഓൺലൈനിൽ. അത് ഓർഡർ ചെയ്യണ്ട, ഞാൻ ഉണ്ടാക്കാം എന്റെ കൈകൊണ്ട്. അങ്ങനെ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നടക്കേണ്ട കാര്യമുണ്ടോ? അതിന് ഇവിടെ എന്താ കുഴപ്പം? ഒരു കാര്യം പറഞ്ഞ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരമായിട്ട് താൻ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുകയാണോ? കണ്ടോ, ഇപ്പോഴേ സാറിന്റെ മട്ടും ഭാവവും മാറി. അതാ സാറിനെ ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ കൂടെ വന്ന് സാർ എന്നെ ബുദ്ധിമുട്ടിക്കാണോ? ബുദ്ധിമുട്ടിന്റെ കാര്യമല്ല, സെക്യൂരിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി മുതൽ താൻ റൂമിൽ വന്ന് കിടന്നാൽ മതി. സാർ എന്നോട് എന്തെങ്കിലും മനസ്സിൽ വെച്ചാണോ സംസാരിക്കുന്നത്? നേരത്തെ ഡൈനിങ് ടേബിളിന്റെ അവിടെ വെച്ചും സാർ അനിഷ്ടത്തോടെയാ സംസാരിച്ചത്. ഇപ്പൊ സെക്യൂരിറ്റി എന്നും പറഞ്ഞു. ഇഷ്ടത്തിന്റെയും അനിഷ്ടത്തിന്റെയും കാര്യം രണ്ടാമത്. ഒന്നാമത്തത് ഈ വീട്ടിലെ എല്ലാവരുടെയും സുരക്ഷയാണ്. മുൻപൊന്നുമില്ലാത്ത എന്ത് സുരക്ഷക്കുറവാ സർ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ തനിക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളുണ്ടാവും. 2 മിനിറ്റ്, 2 മിനിറ്റ് ഞാൻ സമയം തരും. അതിനുള്ളിൽ താഴെ വന്ന് കിടന്നോളാം. ഇങ്ങനെ ആലോചിച്ച് ഈഴേര് ലോകവും സ്വപ്നം കണ്ടു നിന്നാ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ദാ സംസാരിക്കും. പ്രിയപ്പെട്ട സ്ത്രീയുടെ അച്ഛനാ. ഹലോ. ആ സരോജം, സരോജം, നീ കരയേണ്ട സരോജം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളിൽ ഈ 2 ദിവസം കൂടി ഇരിക്കട്ടെ. അതുവരെ നീ കുഴപ്പത്തിനൊന്നും പോണ്ട. നിന്റെ പേടി എന്താണെന്ന് എനിക്കറിയാം. എന്നാ പേടി വേണ്ട. രവിസാറിനെ, നമ്മുടെ മോളെയും അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രാഗസ്വയുടെ എത്രയോ പടി മുകളിലാണ് രവിസാറ്. അതുകൊണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ട. രാഗസ്വതയെ വിഷമിക്കുന്ന രീതിയിൽ നീ ഒന്നും ചെയ്യരുത്. മതി മതി. ഹലോ ഹലോ ഹലോ, മോർണിംഗ് എടുക്ക. ഭർത്താവിന് ജീവനുണ്ടെന്നും സുരക്ഷിതമായ സ്ഥലത്താണെന്നും ബോധ്യമായല്ലോ. അത് മതി. ദേ, എന്നെ ശല്യം ചെയ്യാതിരുന്നാ ഞാനും ശല്യം ചെയ്യില്ല. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നതേ നിങ്ങൾ ആരുമല്ല എന്റെ ടാർഗറ്റ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാ. ആന്റി, സരോജ ആന്റി, ആന്റി, അപ്പൊ കണ്ട പോലെ അല്ല. അത്യാവശ്യം കള്ളമൊക്കെ കാണിക്കാനും അറിയാം. ആ, അത് പിന്നെ സ്വന്തം ഭർത്താവിന്റെ തലയ്ക്ക് മീതെ ഒരു വാളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനാവും?
വണ്ടി തിരിച്ചിട്ടുള്ളൂ. ശരി മേഡം. ഓക്കെ. സാറെന്താ ഓഫീസിൽ പോകുമ്പോഴേ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞത്? എന്തായാലും പറയാം സർ. സാൻഡ്ര, രാഗസുധ ഇന്നലെ രാത്രി ജയിച്ച ഞാനും രാജാറാവും അല്ലാതെ ഈ വാർത്ത വേറൊരു ചെവിയിലെത്തരുതെന്ന് കരുതിയതായിരുന്നു. പക്ഷേ അതിലൊരു മാറ്റം. കാരണം എന്നെക്കാളും ഞാൻ ആലോചിച്ചത് ശ്രീലക്ഷ്മിയുടെ കാര്യം. ശ്രീലക്ഷ്മി ആയാലും കൺമണി ആയാലും എനിക്ക് നേരെ വരുന്ന ആക്രമണത്തിൽ അവൾ പെടാൻ പാടില്ല. യുദ്ധത്തിന് അവസാനം നിരായുധനായിട്ട് ഞാൻ നിൽക്കേണ്ടി വന്നാലും എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു പോറൽ പോലും ഉണ്ടാകരുത്. ഒരു സാഹചര്യത്തിലും ശ്രീലക്ഷ്മിക്ക് മനസ്സിലാകുന്ന രീതിയിൽ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റില്ല. കാരണം അത് അവളിൽ സംശയങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് സാൻഡ്രയുടെ ഒരു ശ്രദ്ധ എപ്പോഴും ശ്രീലക്ഷ്മിയിലുണ്ടാകണം. സാൻഡ്ര അല്ലാതെ മറ്റൊരു ഓപ്ഷൻ വേറെ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഒരിക്കലും രാഗസുധയുടെ കണ്ണിൽ പെടാതെ ശ്രീലക്ഷ്മിയെ ഞാൻ നോക്കിക്കോളാം. ശ്രീലക്ഷ്മിയുടെ കാര്യം സാർ വിട്ടേക്ക്. സാറും രാജാറാം സാറും അമ്മയും ബാക്കിയുള്ളവരെയും സുരക്ഷിതമായിട്ടിരുത്തിയാ മതി. സാന്ദ്രമ്മയുടെ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ശ്രീലക്ഷ്മി, ഞാനിന്ന് ഓഫീസിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് സാൻഡ്രയോടൊപ്പം തന്നെ പറഞ്ഞുവിടാന്ന് കരുതി ഞാനാ സാൻഡ്ര ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതിന് സാന്ദ്രമ്മേടത്തിനെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. ഞാൻ വണ്ടി എടുത്ത് പോവായിരുന്നല്ലോ. ഏയ്, അത് സാരമില്ല മാഡം. മാഡം വരും, നമുക്ക് പോവാം. ശരി സാർ, എന്നാ സാൻഡ്ര, ഒരു മിനിറ്റ്, മാഡം കയറിക്കോളൂ. ആ ശരി. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നാൽ മാത്രം ഇത് ഉപയോഗിക്കാം. രാജാറാം, ശ്രീലക്ഷ്മിയെ ഞാൻ സാൻഡ്രയോടൊപ്പം അയച്ചു. ഇനി ശ്രീലക്ഷ്മിയുടെ വീട്ടിലെ സുരക്ഷ കൂടെ ഉറപ്പുവരുത്തണം. ഓക്കെ. നാളെ വെഡിങ് ആനിവേഴ്സറിക്ക് നേരത്തെ എത്തണം. അതുകൂടി പറയാനാ ഞാൻ ഇവിടെ കയറിയത്. സ്വന്തം മോളുടെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് ലേറ്റായെന്ന് വേണ്ട. സുരക്ഷ വന്നിട്ട് ഇന്ന് വൈകുന്നേരമേ വരാൻ പറ്റുമോ നോക്ക്. ഇറങ്ങുന്ന സമയം വിളിച്ചു പറഞ്ഞാൽ ഞാൻ കാർ അയക്കാം. ശരി സാർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ സരോജ? ശരി സാർ. ഓ, അപ്പൊ നാളെ രവിചന്ദ്രവർമ്മന്റെ വിവാഹ വാർഷികമാണല്ലേ?
ഹലോ മാർട്ടിൻ. എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ തന്നെ ഉണ്ടാവണം. അതെന്നോട് പ്രത്യേകിച്ച് പറയണോ അമ്മേ? ചേട്ടായി. അമ്മേ, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ, അകത്ത് ഹാളിൽ വെച്ചാണെങ്കിൽ അങ്ങനെ, പുറത്ത് ഗാർഡനിൽ വെച്ചാണെങ്കിൽ അങ്ങനെ. രഘു സാർ, അങ്ങനെ പുറത്തു വെച്ച് വലിയൊരു പാർട്ടിയും ബഹളവും ഒക്കെ വേണോ? നമുക്ക് ഈ വീട്ടിൽ തന്നെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ആയിട്ട് ആഘോഷിച്ചാ പോരെ? നീയും രവിയെ പോലെ ആയോ രാജാറാം? ഇവന്റെ വിവാഹവാർഷിക ആഘോഷത്തിന് ആദ്യം തടസ്സം പറഞ്ഞത് ഇവൻ തന്നെയാ. ഇവന് താല്പര്യമില്ലെങ്കിലും ശ്രീലക്ഷ്മിക്ക് ഉണ്ടാവില്ലേ? അതെന്താ നിങ്ങൾ ഓർക്കാത്തത്? അതുമാത്രമല്ല, ഞങ്ങളൊക്കെ വയസ്സായി വരികയാ. എന്താ, എപ്പോഴാ, എത്ര കാലം കാണുമെന്നൊന്നും ഒരു നിശ്ചയവും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ നല്ലതുപോലെ ആഘോഷിക്കാനാ എന്റെ തീരുമാനം. അമ്മേ, അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. രവിയുടെ അഭിപ്രായം നിന്റെ നാവിൽ നിന്നുകൂടി കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല രാജാറാം. ഇപ്പോ അകത്തു പറഞ്ഞതേ എനിക്ക് പുറത്തും പറയാനുള്ളൂ. പക്ഷേ അകത്ത് പറയാത്തൊരു കാര്യം ഇപ്പൊ എനിക്ക് അമ്മയോട് പറയാനുണ്ട്. രവി പറഞ്ഞതുകൊണ്ട് ഇത്രയും സമയം അമ്മയോട് പറയാതിരുന്നത്. പക്ഷേ ഇപ്പൊ രവിയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഞാൻ ആ കാര്യം അമ്മയോട് പറയാം. ഇന്നലെ രാഗസുധ ജയിൽ ചാടി. അവൾ എവിടെയാണെന്നോ അവളുടെ ലക്ഷ്യം എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. അവളുടെ പദ്ധതികൾ നടപ്പാക്കാനുള്ള ഒരു വേദിയാണോ ഇപ്പൊ നമ്മൾ ഒരുക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു സംശയം. അരുതാത്ത ഒന്നും സംഭവിക്കില്ല എന്ന് തീർച്ചപ്പെടുത്താൻ മനസ്സിനൊരു ബലക്കുറവ്. സരോജാന്റി, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോഴേക്കും ആന്റി ഒരു കാര്യം ചെയ്യും, ചെന്ന് സുദർശൻ അങ്കിളിനൊന്ന് കണ്ടിട്ട് വാ. കാണുമ്പോ കുറച്ച് സമാധാനം കിട്ടും. കോളനിക്ക് പുറത്ത് ഞാൻ തന്നെ ഏർപ്പാടാക്കിയൊരു വണ്ടി കിടപ്പുണ്ട്, അതിൽ കയറി പോയാ മതി. അപ്പോഴേക്കും സരോജ ആന്റി ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യും. പിന്നെ പോകുമ്പോ കഥക് പുറത്തുനിന്ന് പൂട്ടിയാ മതി. അതല്ലേ നമ്മൾ ഇരു കൂട്ടർക്കും നല്ലത്. അപ്പൊ സരോജാന്റി ചെല്ല്. ഹാ, ചെല്ലാന്റി, പേടിക്കണ്ട, ഞാൻ എങ്ങോട്ടും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ചെല്ല്. അമ്മേ, അമ്മേ. എന്താ രഘു? അമ്മ ഇങ്ങോട്ടൊന്ന് ഇതിനെ. അമ്മയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് കാര്യം? ഇന്നലെ മുതൽ ഞാൻ കാണുന്നതാ, എല്ലാരും മാറി നിന്നൊരു സംസാരവും അടക്കം പറച്ചിലും. എന്നിൽ നിന്ന് അമ്മ ഉൾപ്പെടെയുള്ളവര് എന്തെങ്കിലും മറക്കുന്നുണ്ടോ? പതിവിൽ വിപരീതമായി മുറ്റം നിറയെ സെക്യൂരിറ്റീസ്. എന്ത് ചോദിച്ചാലും വ്യക്തമായ ഉത്തരം തരാതെ രാജാറാം. അത്ര വലിയ പ്രശ്നമാണെങ്കിൽ അത് ഞാനും കൂടെ അറിയണ്ടേ? അമ്മയെങ്കിലും ഒന്ന് പറ, എന്താ കാര്യമൊന്ന്. പറയാം. നീ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. രാഗസുധ ഇന്നലെ രാത്രി ജയിൽ ചാടി.
ചിലപ്പോ നിനക്കത് കേൾക്കുമ്പോ നിസ്സാരമായി തോന്നുമായിരിക്കും. കാരണം കേട്ടറിവല്ലേ നിനക്കുള്ളൂ. എന്നാ അവളെ അറിയാവുന്നവർക്കറിയാം അവളുടെ പ്രതികാരത്തെക്കുറിച്ച്. രവിയുടെ ജീവനിൽ കുറഞ്ഞ് അവൾക്കൊരു പ്രതികാരവും ആവശ്യവുമില്ല എന്ന്. പിന്നെ നിന്നെ ഈ കാര്യം ആരും അറിയിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല. നിന്റെ രക്തത്തിൽ ഒരു കൂടപ്പിറപ്പുണ്ടെന്ന് കേട്ടപ്പോ തന്നെ നീ രവിയെ തള്ളിപ്പറഞ്ഞവനാണ്. ഇനിയും നിനക്ക് അങ്ങനൊരു തോന്നലുണ്ടായാൽ വേറെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ഈ വരുന്ന രവിയുടെ വിവാഹ വാർഷിക ദിവസം അവൾ വരാൻ സാധ്യത ഏറെയാണ്. വരുന്നത് ഇതുവരെ കാണാത്ത അനിയനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കാനല്ല, നിന്നെ നെഞ്ചിനുള്ളിൽ വെച്ച് സംരക്ഷിക്കുന്ന നിന്റെ ചേട്ടായിയെ കൊല്ലാനാ. രഘു, അമ്മയ്ക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. രാഗസുധ രവിക്ക് നേരെ വാളോങ്ങുമ്പോ രാഗസുധയ്ക്ക് പിന്തുണയായി നീ ഉണ്ടാവരുത്. മുൻപത്തെ അനുഭവം പോലെ സർവവും മറന്ന് നീ രക്തബന്ധത്തിനോട് കൈകോർക്കാൻ ശ്രമിക്കരുത്. കാരണം നീ ഉദ്ദേശിക്കുന്ന ശുദ്ധി ആ രക്തത്തിനില്ല. ആ ഇഷ്ടത്തിന് കാരണം ശ്രീലക്ഷ്മിയുടേത് പോലുള്ള ഈ കണ്ണുകൾ, സ്വഭാവം, മൊത്തത്തിലുള്ള തന്റെ ഈ രൂപം, അങ്ങനെ എല്ലാം എല്ലാം താൻ ശ്രീലക്ഷ്മി തന്നെ. എനിക്ക് ശ്രീലക്ഷ്മിയെ എത്രമാത്രം ഇഷ്ടമാണെന്നും അവൾ എന്നെ എത്രമാത്രം മനസ്സിലാക്കിയെന്നും തിരിച്ചറിഞ്ഞ് എന്നെ സ്നേഹിക്കാൻ തയ്യാറായ കൺമണിക്ക് പകരമായി എന്ത് തന്നാലും മതിയാവില്ല. എങ്കിലും പ്രതിഫലം കൊടുക്കാതെ രവിവർമ്മൻ ഒന്നും സ്വന്തമാക്കിയിട്ടില്ല. ഇതിനെല്ലാം ചേർത്ത് ഞാൻ തനിക്ക് തരുന്നത് രവിവർമ്മന്റെ ജീവിതമാണ്. എന്റെ ശ്രീലക്ഷ്മി എങ്ങും പോയിട്ടില്ല എന്നെ ഓർമ്മപ്പെടുത്തിയത്. താങ്ക്സ്. I love you, Kanmani. I love you so much. ഇതിപ്പോ പണി പാളിയ മട്ട സാന്ദ്ര മാഡം. എന്തുപറ്റി? സാറിനോട് മാഡം കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറയാൻ പറ്റിയില്ല. പറ്റിയില്ലേ? അതെന്താ? പറയാൻ വേണ്ടി ചെന്നപ്പോ സാർ പറഞ്ഞു ഇങ്ങോട്ടൊരു സർപ്രൈസ് ഉണ്ടെന്ന്. ആ സർപ്രൈസ് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്ത് സർപ്രൈസ്? സാറിന് കൺമണി ഇഷ്ടപ്പെട്ട് വരുന്നു. പിന്നീട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്നുള്ളത് സത്യം. ഈ ചെറിയ കാര്യത്തിലാണോ ശ്രീലക്ഷ്മി ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? സാറ് കൺമണിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ശ്രീലക്ഷ്മി ഇഷ്ടപ്പെടുന്നത് പോലെയല്ലേ? ശ്രീലക്ഷ്മിയുടെ ഈ രൂപം, സ്വഭാവം, അതൊക്കെ തന്നെയാണ് സാറിന് ഇഷ്ടമായത്. ഇനി ശ്രീലക്ഷ്മി നേരെ ചെന്ന് സാറിന്റെ മുമ്പിൽ നിന്നിട്ട് ഞാനാണ് സാറിന്റെ ഒറിജിനൽ ശ്രീലക്ഷ്മി എന്ന് പറയേണ്ട താമസേ ഉള്ളൂ. അതോടെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമാവും. ആണോ? പിന്നല്ലാതെ. ശ്രീലക്ഷ്മി ധൈര്യമായിട്ട് ചെല്ല്. ഈ ഒരു കാര്യം പറയാനായിട്ട് എന്നെ ഇത്ര ദൂരം ഓടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഫോണിൽ പറഞ്ഞാ മതിയായിരുന്നു.
പല തവണ ഞാൻ ശ്രീലക്ഷ്മിയാണെന്ന് സാറ് വിശ്വസിച്ചപ്പോഴും ഞാൻ കാരണങ്ങൾ ഉണ്ടാക്കി മാറി നിന്നിട്ടേ ഉള്ളൂ. സാറിന്റെ ഇഷ്ടത്തെ പോലും ഞാൻ കണ്ടില്ലെന്ന് വെച്ച് മനസ്സ് കല്ലാക്കി പിടിച്ചു നിന്നത് എനിക്കും സാറിനും സ്വസ്ഥമായി ജീവിക്കാനാ. എനിക്കെന്റെ സാറിനെ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനാ. പക്ഷേ രാഗസുധ ഇപ്പൊ ജയിലിലായതുകൊണ്ടാ ഞാൻ സാറിനോട് ഈ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ അവളെ എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടേ ഞാനിത് സാറിനോട് പറയുമായിരുന്നുള്ളൂ. താൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് ഞാൻ കേൾക്കാൻ കൊതിച്ചതൊക്കെ തന്നെ. ബാംഗ്ലൂർ യാത്രയപ്പിന് താൻ ശ്രീലക്ഷ്മിയാണെന്ന് പറഞ്ഞപ്പോ എന്നിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അന്നും താൻ ഇതുപോലെ തന്നെ പറഞ്ഞു. പക്ഷേ അപ്പൊ തന്നെ അത് തിരുത്തി പറഞ്ഞപ്പോ എനിക്ക് എന്നേക്കുമായി ബോധ്യമായി താൻ കൺമണിയാണെന്ന്. എന്റെ ശ്രീലക്ഷ്മി ആയിരുന്നുവെങ്കിൽ പിന്നീട് വീണ്ടും കൺമണിയായി തനിക്ക് പടി കയറേണ്ടി വരില്ലായിരുന്നു. കൺമണിയായി വന്നതുകൊണ്ട് ശ്രീലക്ഷ്മിയായിട്ട് ഇവിടെ ജീവിക്കാം, എത്ര കാലം വേണമെങ്കിലും. പക്ഷേ ആ കാലം അത്രയും ഈ കാര്യം ഇനി എന്നോട് പറയരുത്. കൺമണിയായി വന്നതുകൊണ്ട് ശ്രീലക്ഷ്മിയായി എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് കരാറ് തീരും മുമ്പ് ഇറക്കി വിടേണ്ട അവസ്ഥ താനായിട്ടുണ്ടാക്കരുത്. ഗ്രൗണ്ടിൽ നടുക്കുള്ള ദേ ആ മണ്ഡപത്തിലാ ഫംഗ്ഷൻ നടക്കുന്നത്. ഇതുപോലൊരു ചടങ്ങ് ഇങ്ങനൊരു ഓപ്പൺ സ്പേസിൽ വെച്ച് നടത്തുന്നത് എന്നെ കുരുക്കാനുള്ള ആ രാജാറാമിന്റെ തന്ത്രമാണെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് മാർട്ടിൻ ആദ്യം പോയി നിരീക്ഷണം നടത്തിയിട്ട് എന്നെ ഫോൺ ചെയ്യും. ഞാൻ ഫോളോ ചെയ്ത് വന്നോളാം. ഇത്രയൊക്കെ റിസ്ക് എടുക്കാൻ നമ്മൾ നിൽക്കണോ? ആ സമ്മാന പൊതിയിൽ നമ്മൾ വെച്ച സാധനം ഇത് നിൽക്കാൻ പൊട്ടിത്തെറിക്കും. അതോടെ തീരില്ലേ ആ വർമ്മൻ ഫാമിലിയും പെൺകുട്ടിയുമല്ല. നോ, ഇത് നമ്മുടെ അവസാന ആയുധം മാത്രമാണ്. സരോജാമ്മയെ പോലെ അവിടെ വരുന്ന നിഷ്കളങ്കരായവർ നമ്മുടെ ഇരകളല്ല. എനിക്ക് വേണ്ടത് രവിവർമ്മനെയാ. അയാളുടെ ജീവൻ ഈ വെഡിങ് ആനിവേഴ്സറി ദിവസം തന്നെ പൊലിയണം. അതും എന്റെ ഈ കൈകൊണ്ട് തന്നെ. എന്നാൽ എന്റെ ചേച്ചിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കും. മാർട്ടിൻ ആദ്യം ചെല്ല്. ആദ്യം എനിക്ക് അവിടുത്തെ സ്ഥിതി വിവരങ്ങൾ അറിയണം. പ്രത്യേകിച്ചും ഒരു സ്റ്റാൻഡ് ബൈ ആയി നമ്മൾ പ്ലാൻ ചെയ്ത ആ കുഞ്ഞു ബോംബ് അവിടെ എത്തിയോന്ന്. പാവം മരുമകന്റെ ഫാമിലി അവിടെ നിന്ന് കത്താൻ പോകുന്ന ആയുധമാണ് താനീ ചുമന്നുകൊണ്ട് വരുന്നതെന്ന് അറിയില്ലല്ലോ സരോജാമ്മയ്ക്ക്.
വാ നടക്ക് നടക്ക്. ഹലോ. നമ്മുടെ പദ്ധതിയുടെ ആദ്യഘട്ടം വിചാരിച്ചവൾ നടന്നിട്ടുണ്ട്. സരോജമ്മ ഗിഫ്റ്റുമായി എത്തി. ഇനി കൃത്യസമയത്ത് അത് പൊട്ടിയാൽ മാത്രം മതി. പൊട്ടും. യു പ്രൊസീഡ്. ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഞാൻ വെയിറ്റിംഗാ. ശരി. അത് വേണ്ട. ഒരു പൊട്ടിത്തെറിയിൽ കൂട്ടത്തോടുള്ളൊരു മരണമാകരുത് അവന്റേത്. രവിചന്ദ്രവർമ്മൻ മരിക്കേണ്ടത് എന്റെ ഈ കൈകൊണ്ടാ. എന്റെ തോക്കിലെ ബുള്ളറ്റ് അവന്റെ തിരുനെറ്റിലേക്ക് തുളച്ചു കയറി വേണം അവൻ മരിക്കാൻ. അഥവാ അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്റെ കാലിടറി ഞാനൊന്ന് വീണുപോയാൽ മാത്രമേ നിന്നെ ഞാൻ ഉപയോഗിക്കൂ. എല്ലാവരും കൂടി നിശ്ചലമായി നിൽക്കുമ്പോ ബൊമ്മൊന്നൊരു പൊട്ടിത്തെറി. അതാണ് അതിന്റെ ടൈമിംഗ്. അപ്പൊ വേണം എനിക്കും മാർട്ടിനും കൂടി രക്ഷപ്പെടാൻ. അല്ല, നിങ്ങൾ എന്താ താമസിച്ചത്? രഘു, രേഖ, സുദർശൻ എവിടെ? കണ്ടില്ലല്ലോ. വരും വരും. മുതലാളിയെ കണ്ടേ കടയുടെ താക്കോൽ ഏൽപ്പിക്കാൻ പോയതാ. ഗുഡ് മോർണിംഗ്. രേഖ, നമ്മുടെ സരോജാമ്മയുടെ വിലപ്പെട്ട സമ്മാനം. അവിടെ കൊണ്ടുവച്ചോ. ഉത്തരം പറയേണ്ടയാൾ മിണ്ടാതെ നിൽക്കുന്നതുകൊണ്ട് ഈ കെട്ടുകഥയുടെ ഉത്തരം ഞാൻ തന്നെ പറയാം. പുരാണത്തിൽ സത്യവാൻ എന്നും സാവിത്രി എന്നും രണ്ട് കഥാപാത്രങ്ങളുണ്ട്. മാതൃകാ ദമ്പതികൾ. സ്വന്തം ഭർത്താവിന് ആയുസ് നീട്ടിക്കിട്ടാനായി യമരാജാവിനെ അനുഗമിച്ച് അനശ്വരയായ കഥാപാത്രമാണ് സാവിത്രി. അല്പായുസായ തന്റെ ഭർത്താവിന്റെ മരണത്തിൽ രക്ഷപ്പെടുത്താനായി കഠിനമായ തപസ് ചെയ്തിട്ടും യമധർമ്മൻ പ്രത്യക്ഷപ്പെടുകയും സത്യവാനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. എന്നാൽ തന്റെ ഭർത്താവിനെ വിട്ടുകിട്ടിയേ പറ്റൂ എന്ന് ശഠിച്ച് സാവിത്രി യമദേവനെ വിടാതെ പിന്തുടർന്നു. ഭ്രാന്തമായി പ്രാണവേദന സഹിച്ചുള്ള ആ യാത്രയിൽ യമദേവൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി, തർക്കിച്ചു, ഭീഷണിപ്പെടുത്തി. പക്ഷേ സാവിത്രി തളർന്നില്ല. ഒടുവിൽ യമദേവൻ സത്യവാന്റെ പ്രാണൻ തിരിച്ചു നൽകി സാവിത്രിയെ അനുഗ്രഹിക്കുകയായിരുന്നു. സത്യവാന്റെയും സാവിത്രി ദേവിയുടെയും ഈ കഥ സാർ ഇപ്പൊ പറഞ്ഞതിന് രവിചന്ദ്രവർമ്മന്റെയും ശ്രീലക്ഷ്മിയുടെയും ജീവിതം എന്നൊരർത്ഥം കൂടി അതിനുള്ളതുകൊണ്ടാണ്.
ശരിക്കും ആരാ? കൺമണിയാണോ ശ്രീലക്ഷ്മിയാണോ? ഇപ്പോഴും സംശയം ബാക്കിയാണല്ലോ. എന്നാ നീ സംശയിക്കണ്ട, ഞാൻ ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മൻ. സരോജം സുദർശൻ ഏകമകൻ. ഇത് അറിഞ്ഞൂടാത്ത ആകെ ഒരാൾ രവി സാർ മാത്ര. തെറ്റ്. ഞാനിത് മുമ്പ് തന്നെ അറിഞ്ഞു. ശ്രീലക്ഷ്മി എന്നാണോ സാൻഡ്രയോടും രാജാറാമിനോടും പറഞ്ഞത് അന്ന് തന്നെ ഞാൻ അറിഞ്ഞു. അതെ ശ്രീലക്ഷ്മി മാം. സാർ പക്ഷേ ഇതുവരെ അറിയില്ല എന്ന് നടിച്ചത് ശ്രീലക്ഷ്മി അത് സ്വയം ഏറ്റുപറയട്ടെ എന്ന വാശി കൊണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിലേ ഇന്നിപ്പോ ഏറ്റു പറഞ്ഞതോടെ ആ വാശിക്ക് പരിഹാരമായല്ലോ. തീർച്ചയായും. ഇനിയിപ്പോ ഇവിടെ ഒരു വാശിയുമില്ല, ഒളിച്ചു കളിയുമില്ല. എല്ലാം ശുദ്ധസുന്ദരമായ നീലാകാശം പോലെ ക്ലിയറാ. വെരി 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 ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഈ ആഘോഷം വെച്ച് താമസിപ്പിക്കണ്ട. അപ്പോ കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഇനി എന്താ ബാക്കി പരിപാടി? ദീപു വല്ലതും തിന്നണ്ടേ? അവിടെ ബാക്കറ്റ് ഹോളില് എല്ലാം റെഡിയാ. ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡ്. ഷാപ്പാണ് അടിക്കാന്നേ. എന്താ എല്ലാം റെഡിയല്ലേ? എന്തായി? ഫംഗ്ഷൻ തുടങ്ങി കഴിഞ്ഞു. വാ. എങ്കിൽ പിന്നെ ഗായത്രി അമ്മ തന്നെ കത്തി എടുത്ത് കൊടുത്താട്ടെ. മോളും സാറും കേക്ക് കെട്ടിയട്ടെ. ശരി. ദാ. സ്ത്രീകളെ കൊല്ലുന്ന എന്റെ വഴിയല്ല, പ്രത്യേകിച്ച് മരിച്ചുപോയ എന്റെ ഭാര്യയുടെ അനിയത്തി. മറിച്ച് പക മനസ്സിൽ സൂക്ഷിക്കുന്ന നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം. നിന്റെ ചേച്ചി രാജേന്ദ്രയുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ. ഇവിടെ പക്ഷെ നിങ്ങൾ കുടിക്കുന്നത് ചോരയാണ്. സ്വന്തം നെറ്റിയിൽ നിന്ന് ഒഴുകുന്ന ചോര. Goodbye, Mr. Ravichandra Goodbye forever. Hey, Rajaram! Hey!
ഇനി മകൾക്ക് അച്ഛനും അമ്മയും മനസ്സിൽ കണ്ടുവച്ച പേര് വിളിക്കാം. 3 തവണ കാതിൽ പേര് ചൊല്ലി വിളിച്ചോളൂ. രാജനന്ദിനി 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 രാജനന്ദിനി